Welcome to Class 12 Physics, 41st lecture, Class 12 Plus 2 Physics for ISC, CBSE and HSC students. Today's topic is optics, problems on lens makers formula. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ലെൻസ് മേക്കേഴ്സ് ഫോർമുല വെച്ചുള്ള പ്രോബ്ലമാണ്. പ്ലസ് ടു ഫിസിക്സ് പ്രോബ്ലംസ് ഓൺ ലെൻസ് മേക്കേഴ്സ് ഫോർമുല 41st lecture. This is the first problem. Here I have written the lens maker's formula. First problem, double convex lenses are manufactured from a glass of refractive index 1.55 with both faces having the same radius. What is the radius curvature of if the focal length of the lens is 20 cm? അപ്പോൾ ഡബിൾ കോൺവെക്സ് ലെൻസ് നിർമ്മിക്കുകയാണ്. ഗ്ലാസ് ഉപയോഗിച്ച് ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.55 ആണ്. പിന്നെ ഫോക്കൽ ലെങ്ത് 20 cm വേണം എങ്കിൽ റേഡിയസ് കർവേച്ചർ എത്രയാണ്? അതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ 1/f n - 1 × 1/r1 + 1/r2 അതാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. അപ്പോൾ ഏറും ഗ്ലാസ്സും ആണെങ്കിൽ ലെൻസ് ഗ്ലാസിൻ്റെ ആണെങ്കിൽ അത് ഏറിലിരിക്കുകയാണെങ്കിൽ ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഇങ്ങനെ എഴുതാം: 1/f n - 1 × 1/r1 - 1/r2. ഇപ്പോൾ ഒരു കോൺവെക്സ് ലെൻസ് ആണെന്ന് വിചാരിക്കുക. കോൺവെക്സ് ലെൻസ് ആണ് തന്നിരിക്കുന്നത്, കോൺവെക്സ് ലെൻസ്. അപ്പോൾ അതിൻ്റെ R1 പോസിറ്റീവ് എടുക്കണം, R2 നെഗറ്റീവ് എടുക്കണം. കാരണം ഒരു കോൺവെക്സ് ലെൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നോക്കിയാൽ ലെഫ്റ്റ് സൈഡ് കോൺവെക്സ് ആയിരിക്കും, റൈറ്റ് സൈഡ് കോൺകേവ് ആയിരിക്കും. അപ്പോൾ R1 പോസിറ്റീവ് ആയിരിക്കും, R2 നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ആ മുകളിലത്തെ ഇക്വേഷൻ ഇങ്ങനെ വരും: 1/20 ഫോക്കൽ ലെങ്താണ്. n - 1 1.55 - 1 ദാറ്റ് ഇസ് 0.55 × 1/r minus 1/r. R1 is R2 is equal to R. R2 is negative, so here it will become positive, 1/r plus 1/r. So we write 1/20 is equal to 0.55 × 2/r. That on cross multiplication we get R is equal to 20 × 0.55 × 2. That is 22 cm. That is the answer. Now we say another problem. It is a very important problem. The radius curvature of each of the two surfaces of a biconvex lens is 60 cm, and the refractive index of the material is of the lens is material of the lens is 3/2. 3/2. Calculate the focal length. What is the change in focal length if it is immersed in a liquid refractive index 4/3? അപ്പോൾ ലെൻസ് ഉണ്ട്, ഫോക്കൽ ലെങ്ത് 16 cm ആണ്, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 3/2 ആണ്. ഇത് ഒരു ലിക്വിഡിനകത്ത് വെക്കുകയാണ്. ആ ലിക്വിഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 4/3 ആണ്. എങ്കിൽ എയറിലും നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എയറിലും നമ്മൾ ഫോക്കൽ ലെങ്ത് കാണണം, ലിക്വിഡിനകത്തും ഫോക്കൽ ലെങ്ത് കാണണം. എന്നിട്ട് എന്ത് വ്യത്യാസമുണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഡേറ്റ നോക്കിയേ: R1 is 16 cm, R2 is -16. It's a convex lens. -16, n is 3/2, f we can find first. 1/f is equal to n - 1 × 1/r1 - 1/r2. Let's make a formula. R can be written in small letter or in capital form. So it is equal to 3/2 - 1 × 1/16 plus 1/16. 3/2 - 1 is 0.5 × 2/16. That is 1/16. Therefore, f is 60 cm. In this problem, there is an idea. That is, if R1 and R2 are 16 and the lens is made of glass of refractive index 3/2, then focal length is 16. അതായത് ഈ പ്രവർത്തന ഐഡിയ നോക്കുക. ഈ ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 3/2 ആണെങ്കിൽ, മറിയാൽ വ്യത്യാസപ്പെടുക. ഒരു ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 3/2 ആണെങ്കിൽ ആ കോൺവെക്സ് ലെൻസിൻ്റെ റേഡിയസ് കർവേച്ചർ ഓരോ ഫേസിൻ്റെയും 16 cm ആണെങ്കിൽ അത് ശരിക്കും ഫോക്കൽ ലെങ്ത്. 3/2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള കോൺവെക്സ് ലെൻസിൻ്റെ റേഡിയസ് കർവേച്ചർ 16 cm ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് 16 ആയിരിക്കും. അതാണ് ഉത്തരം. അപ്പോൾ ഇത് എയറിലെ ഫോക്കൽ ലെങ്താണ്. ഈ ലെൻസ് എടുത്ത് വാട്ടറിനകത്ത് വെക്കുകയാണ്, വാട്ടറിലെ ലിക്വിഡിനകത്ത് വെക്കുകയാണ്. ഇവിടെ ലിക്വിഡ് വാട്ടർ തന്നെയാണ്, കാരണം
4/3 refractive index ആണ്, അത് water refractive index ആണ്. Lens is placed in liquid of refractive index 4/3, which is actually water. Then we can write the formula once again. The lens maker's formula is 1/f is 1 and 2. That is refractive index of second medium with respect to first medium minus 1 into 1/r1 minus 1/r2. 1 and 2 is n2/n1. So 1/f is n2/n1 minus 1 into 1/r1 minus 1/r2. That is 1/f is equal to n2 is 3/2 by n1 4/3. So we can multiply by 3/4 minus 1 into 1/16 plus 1/16. R2 is minus, so we get plus here. That is 9/8 minus 1 into 1/8. 1/16 plus 1/16 is 1/8. 9/8 minus 1 is 1/8 into 1/8. 1/64. Therefore f is 64 centimeter. അപ്പോൾ ഇവിടെയും ഒരു ഐഡിയ ഉണ്ട്. ലെൻസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 3/2 ആണ്. വെക്കുന്ന ലിക്വിഡാണ്, അത് വാട്ടറാണ്. 4/3 ആണെങ്കിൽ എയറിലുള്ള ഫോക്കലത്തിൻ്റെ 4 ഇരട്ടി ആയിരിക്കും വാട്ടറിലെ ഫോക്കലെന്ത്. ഇപ്പോൾ ഗ്ലാസ്സിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 3/2 എന്ന് എടുക്കുകയും വാട്ടറിൻ്റെ 4/3 എന്ന് എടുക്കുകയും ചെയ്താൽ ആ ലെൻസ് എടുത്ത് വെള്ളത്തിൽ വെച്ചാൽ ഫോക്കലെന്ത് വാട്ടറിൽ 4 ഇരട്ടിയാകും. പുറത്ത് വരാറാണെങ്കിൽ വാട്ടറിനകത്ത് ലിക്വിഡിനകത്ത് 4/3 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ലിക്വിഡിനകത്ത് അതിൻ്റെ 4 ഇരട്ടി 4 ടൈംസ് 64 സെൻറ്റിമീറ്റർ എന്ന് വരും. അതാണ് ആൻസർ. അവ ചേഞ്ച് ഇൻ ഫോക്കൽ ലെന്ത്. അപ്പോൾ എന്ത് മാത്രം ഫോക്കൽ ലെന്ത് വ്യത്യാസം ഉണ്ടാകും. ദ ചേഞ്ച് ഇൻ ഫോക്കൽ ലെന്ത് 64 minus 16, that is 48 centimeter. ഐഡിയ മനസ്സിലാക്കിക്കൊള്ളാം. ഇഫ് എ കോൺവെക്സ് ലെൻസ് ഓഫ് ഫോക്കൽ ലെന്ത് 60 centimeter is placed in water of refractive index 4/3, then the focal length in water is 64 centimeter 4 times, provided the lens is of glass with refractive index 3/8. Now a similar problem, but there is another important point in it. The focal length of a convex lens in air is 10 centimeter and the refractive index of its material is 1.5. If this lens is immersed in a liquid of refractive index 1.6, calculate the focal length and find its nature also. ഇവിടെ നമ്മൾ ലെൻസ് വെക്കുന്നത് ഉയർന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ലിക്വിഡിനകത്താണ്. ഗ്ലാസിൻ്റെ 1.5 ആണ് ലെൻസിൻ്റെ. എയറിൽ അതിൻ്റെ ഫോക്കൽ ലെന്ത് 10 centimeter ആണ്. ഇത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.6 ഉള്ള ഒരു ലിക്വിഡിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഫോക്കൽ ലെന്ത് എന്തായിട്ട് മാറും. ഓർക്കണം, ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ലിക്വിഡിനകത്ത് ഒരു കോൺവെക്സ് ലെൻസ് മുക്കി വെച്ചാൽ അത് കോൺകേവ് ആയിട്ട് മാറും. ഇഫ് എ കോൺവെക്സ് ലെൻസ് ഈസ് ഇമേജ്ഡ് എ ലിക്വിഡ് ഓഫ് ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, that convex lens will become a concave lens. It will act as a concave lens. That we are going to prove here. In air, f is 10 centimeter, n is 1.5, 1/f is n minus 1 into 1/r1 minus 1/r2. The formula, lens maker's formula, that is 1/10 is 1.5 minus 1 into 1/r1 minus 1/r2. That is 0.5 into 1/r1 minus 1/r2. That is in air. In liquid, n1 is 1.6, n2 is 1.5, 1/f is equal 1 and 2 minus 1, that is in a bracket. 1 and 2, before 1 and 2 you put a bracket. Minus 1 into 1/r1 minus 1/r2, that is n2/n1 minus 1 into 1/r1 minus 1/r2. n2 is refractive index of glass 1.5. n1 is refractive index of the surrounding medium liquid 1.6 minus 1 into 1/r1 minus 1/r2. That is 1/f in the liquid is 0.1 by 1.6. If we take LCM and subtract, we get minus 0.1 by 1.6 into 1/r1 minus 1/r2. And that is second equation. 1/f is equal to minus 0.1 by 1.6 into 1/r1 minus 1/r2, second equation. The first equation is 1/10 is equal to 0.5 into 1/r1 minus 1/r2. And we divide 1/2. That is f by 10. F by 10 is equal to, we get minus 0.5 into 1.6.
by 0.1. 1.6 will go to the numerator. 1 by r1 minus 1 by r2 cancels. So we get f by 10 is equal to minus 8. F is equal to minus 10 into 8, minus 80 centimeter. That is focal length is negative. So the convex lens in this liquid behaves as a diverging lens. അതായത് ലെൻസ് ഡൈവേർജ് ആണ്, കോൺകേവായിട്ട് മാറും. ആ ഗിവൺ ലെൻസ് ഉയർന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ലിക്വിഡ് വെച്ചാൽ, ഗിവൺ കോൺവെക്സ് ലെൻസ് ഉയർന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ലിക്വിഡിനകത്ത് വെച്ചാൽ അത് കോൺകേവ് ഡൈവേർജിങ് ആയിട്ട് മാറും എന്നുള്ളതാണ് ഈ ഫോക്കൽ ലെങ്ത് മൈനസ് 80 സെൻറ്റിമീറ്റർ മൈനസ് കിട്ടിയതിൻ്റെ മീനിങ്. ദാറ്റ് യു റിമെമ്പർ. Now another question. Violet light is incident on a converging lens, convex lens of focal length F. State with reason how the focal length of the lens will change if violet light is replaced by red light. അപ്പോൾ ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എഫ് ആണ്, വയലറ്റ് ലൈറ്റാണ് ഉപയോഗിക്കുന്നത്. സ്റ്റേറ്റ് ദ റീസൺ ഹൗ ദീസ് ഫോക്കൽ ചേഞ്ച്. ഈ ഫോക്കൽ ലെങ്ത് എങ്ങനെ മാറും ലെൻസിൻ്റെ? നമ്മൾ വയലറ്റ് ലൈറ്റ് മാറ്റി റെഡ് ലൈറ്റ് ഉപയോഗിച്ചാൽ, അപ്പോൾ വയലറ്റ് ലൈറ്റിൻ്റെ ഫോക്കൽ എന്താണ് എഫ്. ആ വയലറ്റ് ലൈറ്റ് മാറ്റി റെഡ് ലൈറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഫോക്കൽ ലെങ്തിന് എന്ത് മാറ്റം വരും, എന്ത് വ്യത്യാസം വരും എന്നുള്ളത്. So we write lens makers formula 1 by f is n minus 1 or mu minus 1. We can write formula in this manner also. Mu is refractive index into 1 by r minus 1 by r2. Now mu violet is greater than mu red. അതായത് mu v മൈനസ് mu r എന്നാണ് നമ്മുടെ കാൽക്കുലേഷൻ എപ്പോഴും വരുന്നത്. mu v മൈനസ് mu r, mu v ആണ് എപ്പോഴും കൂടുതൽ, അല്ലെങ്കിൽ എൻ ബി ആണ് എപ്പോഴും കൂടുതൽ. mu v greater than mu f. മ്യൂവും എഫ് ആയിട്ട് റെസിപ്രോക്കൽ റിലേഷനാണ്. മോള് നോക്കിയാൽ കാണാം, മ്യൂ എഫ് ആയിട്ട് റെസിപ്രോക്കൽ റിലേഷനാണ്. അതിൻ്റെ അർത്ഥം എഫ് റെഡ്, തിരിച്ചു പറയണം, എഫ് റെഡ് ഗ്രേറ്റർ ദാൻ എഫ് വയലറ്റ്. അതിങ്ങനെ പറയും, മ്യൂ വയലറ്റ് ഗ്രേറ്റർ ദാൻ മ്യൂ റെഡ്. ദ മീനിങ് ഈസ് എഫ് വയലറ്റ് ലെസ് ദാൻ എഫ് റെഡ് ഓർ എഫ് റെഡ് ഗ്രേറ്റർ ദാൻ എഫ് വയലറ്റ്. ദാറ്റ്സ് ദ മീനിങ്. മ്യൂ ആൻഡ് എഫ് ആർ റെസിപ്രോക്കൽ റിലേറ്റഡ്. So if mu violet greater than mu red, the meaning is f red greater than f violet. So focal length will increase. Violet light മാറ്റി റെഡ് ലൈറ്റ് ഉപയോഗിച്ചാൽ ആ റെഡ് ലൈറ്റിന് ലെൻസ് കാണിക്കുന്ന ഫോക്കൽ ലെങ്ത് കൂടുതലായിരിക്കും. ഇനി ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. ഷോർട്ട് ആൻസർ അല്ല, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. A lens behaves as a converging lens in air and diverging lens in water. The refractive index of the material of the lens is. A lens behaves as a diverging lens in air, converging lens in air and diverging lens in water. The refractive index of the material of the lens is. ലെൻസ് എന്തായിരിക്കണം എന്നുള്ളത്. അതായത് ഇവിടെ ലെൻസിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് തന്നിട്ടില്ല. ആ ലെൻസ് വാട്ടറിനകത്ത് വെക്കുകയാണ്. വാട്ടറിനകത്ത് വെക്കുമ്പോൾ അത് ഡൈവേർജിങ് ആയിട്ട് മാറുകയാണ്. എയറിൽ അത് കൺവേർജിങ് ആണ് ലെൻസ്. വാട്ടറിൽ വെക്കുമ്പോൾ അത് കോൺകേവ് ആയിട്ട് മാറും. എയറിൽ കോൺവെക്സ് ആണ്, വാട്ടറിൽ വെക്കുമ്പോൾ കോൺകേവ് ആയിട്ട് മാറും. അങ്ങനെ കോൺകേവ് ആകണമെങ്കിൽ ആ വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ലെൻസിൻ്റെക്കാൾ കൂടിയിരിക്കണം. ലെൻസ് വാട്ടറിൽ വെക്കുമ്പോൾ അത് കോൺകേവായിട്ട് മാറണമെങ്കിൽ വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ലെൻസിനേക്കാൾ കൂടിയിരിക്കണം. വാട്ടറിൻ്റെത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.33 ആണ്. അപ്പോൾ ലെൻസിൻ്റെത് കുറവായിരിക്കണം. പരമാവധി കുറയാവുന്നത് 1 വരെ കുറയുള്ളൂ. അപ്പോൾ 1.33ക്ക് താഴെ ആയിരിക്കണം. അപ്പോൾ ആൻസർ സി ആണ്. The refractive index is in between unity and 1.33. കാരണം വാട്ടർ എപ്പോഴും കൂടിയിരിക്കണം. 1.33ക്ക് താഴെ 1നും ഇടയ്ക്ക്, യൂണിറ്റ് 1 ആണ്, യൂണിറ്റ് ഇടയ്ക്കായിരിക്കണം ഈ ഫോക്കൽ ലെങ്ത്. എന്നാൽ ഇത് വാട്ടറിൽ ഡൈവേർജിങ് ആയിട്ട് മാറുകയുള്ളൂ. ആൻസർ ഇസ് സി.
That is all with our 41st lecture on class 12 physics. Thank you very much.